എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. SSC പരീക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലോട് നൽകിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആദ്യമേ അങ്ങ് പറഞ്ഞു. ഓക്കെ, ഈ SSC പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാം ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് പ്രഡിക്ഷൻ. അപ്രീസിയേഷൻ ഏത് വരും, ക്യാരക്ടർ സ്കെച്ച് ഏത് വരും എന്നുള്ളതൊക്കെ. ഓക്കെ, ആദ്യമേ പറയാൻ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് ഞാൻ ക്യാരക്ടർ സ്കെച്ചും പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു, അപ്രീസിയേഷൻ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു. അതിൽ ക്യാരക്ടർ സ്കെച്ച് ഏതാണോ പ്രൊഡിക്റ്റ് ചെയ്തത് അത് തന്നെയാണ് വന്നത്. ഹോഷ്കമ്മിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് വന്നത്. അതേസമയം അപ്രീസിയേഷൻ ഞാൻ പറഞ്ഞത് തെറ്റുകയും ചെയ്തിരുന്നു. ഞാൻ 2 പോയം പറഞ്ഞു, 2 വന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ സാധ്യത ഒരു 50-50 ഉള്ളൂ. എങ്കിലും നമുക്കൊരു സമാധാനത്തിന് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ചിലത് ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങളെല്ലാം പഠിക്കണം, എല്ലാ ക്യാരക്ടർ പഠിക്കണം, എല്ലാ ആപ്ലിക്കേഷനും പഠിക്കണം. അതിൽ ഞാൻ ഈ പറയുന്നത് ഒരു കാരണവശാലും ഒഴിവാക്കരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ ഇത് മാത്രം പഠിക്കണം എന്നല്ല കേട്ടോ. സോ ആദ്യം അപ്രീസിയേഷൻ പറയും. അപ്രീസിയേഷന് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളത് ഡേ ഇൻ പാരഡൈസ് ആണ്. നമ്മൾ ഞാനത് വരുമെന്ന് പ്രതീക്ഷിച്ചൊരു പോയമായിരുന്നില്ല, അതായിരുന്നു വന്നിട്ടുള്ളത്. മിറർ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ലൈൻസ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ചോദിച്ചത്. ഇപ്പോൾ ഇത്തവണ എൻ്റെ ഒരു പ്രതീക്ഷ ശരിയാണെങ്കിൽ അപ്രീസിയേഷൻ മിറർ വരാനാണ് നല്ലൊരു സാധ്യത. ഞാനവിടെ പക്ഷേ ഒന്നിലേക്ക് ഒതുക്കുന്നില്ല. മിറർ അല്ലെങ്കിൽ വൈൽഡ് സയൻസ് അറ്റ് സ്കൂൾ, ഈ 2 ചാപ്റ്ററിൽ നിന്നും ഒന്ന് അപ്രീസിയേഷൻ ആയിട്ട് വരുന്ന എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ സീഡ്ലിംഗ്, അങ്ങനെ ഞാൻ പറയൂ. അപ്പോൾ സാറ് എല്ലാം പറയുമെന്ന് ചോദിക്കും. അല്ല, ഞാൻ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് മിറർ അല്ലെങ്കിൽ വൈൽഡ് സയൻസ് അറ്റ് സ്കൂളാണ്. അത് രണ്ടും അല്ലെങ്കിൽ സീഡ്ലിംഗ് ആയിരിക്കും. ഈ 3 പോയത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും ലൈൻസ് കൊടുത്തിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനുണ്ടാവുക. സോ ഈ 3 പോയിംസ് ബേസ് ചെയ്തിട്ട് അപ്രീസിയേഷൻ, അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിലേറ്റവും സാധ്യത ഞാൻ മിററിനാണ് അപ്രീസിയേഷൻ ഏറ്റവും കാണുന്നത്. അതേപോലെ തന്നെ വൈൽഡ് സയൻസ് ആൻഡ് സ്കൂൾ. ഓക്കെ, സീഡ്ലിംഗ് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനുള്ള രീതിയിലും വന്നേക്കാം. ഓക്കെ, സോ ഈ 3 പോയിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഇതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ അല്ലാതെ 1 എന്ന് പറയുന്നില്ല, ഇതുമ്പോൾ തെറ്റുണ്ടല്ലോ. 2 ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് കഴിഞ്ഞ എക്സാമിന് പ്രൊഡിക്റ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു, ഓഷ്കമ്മിൻ്റെ ആയിരുന്നു പറഞ്ഞത്, അത് തന്നെ വരികയും ചെയ്തു. അതുകൊണ്ട് ഇത്തവണ ഓഷ്കം വരില്ല എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുക, അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. സംസ്കൃതം എക്സാമിനൊക്കെ സെയിം എസ്സേ, മോഡൽ എക്സാമിന് വന്ന എസ്സേ ഫൈനൽ എക്സാമിന് വന്നിട്ടുണ്ട്. അതുപോലെയൊക്കെ വരുമോയെന്നറിയില്ല. എന്നാലും ഓഷ്കമ്മിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരില്ല നമ്മളങ്ങ് കരുതുക. പിന്നെ അത് മാറ്റി നിർത്തിയാൽ, ഇനി അതല്ല വരുന്നതെങ്കിൽ നല്ല കേട്ടോ, അത് വരില്ല എന്ന് വിചാരിക്കുന്നു, ഉറപ്പൊന്നുമില്ല. എങ്കിലും ബാക്കി 3 ഞാൻ പറയാം. 3 പറയാം. ബിലൗഡ് ബോയ്സിലെ തെരേസയുടെ ക്യാരക്ടർ സ്കെച്ചിന് നല്ല സാധ്യതയുണ്ട്. പ്രിഫറൻസ് നാഷണലിലെ നറേറ്റർ, അയാളുടെ ഒരു ക്യാരക്ടർ സ്കെച്ചിന് സാധ്യതയുണ്ട്. 3 വാർ എന്ന ചാപ്റ്ററിലെ ഒരു സ്റ്റൗട്ട് മാനുണ്ട്, അവസാനം കയറി വരികയും വളരെ ബോൾഡായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരാളുണ്ട്. പക്ഷേ അവസാനമാണ് മനസ്സിലാകുന്ന അയാളുടെ മകനും ശരിക്കും യുദ്ധത്തിൽ മരിച്ച ആളാണ്. എന്നിട്ട് അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ അയാൾ ധൈര്യത്തോടെ സംസാരിക്കുന്നത്. പക്ഷേ അവസാനം അയാൾ പൊട്ടിക്കരഞ്ഞ് തൻ്റെ മകൻ്റെ നഷ്ടത്തിലുള്ള ദുഃഖം സഹിക്കാൻ വയ്യാതെ അയാൾ പൊട്ടിക്കരയുന്നുണ്ടല്ലോ. ആ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വാർ എന്നുള്ള ചാപ്റ്റർ വായിച്ചാൽ. ഈ 3 പേരിൽ ഒരാളിൽ നിന്നായിരിക്കും ക്യാരക്ടർ സ്കെച്ച് അങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, വാറിലെ ആ ഒരു ലേഡി, ഒരു മദർ ഉണ്ടല്ലോ, അവരുടെ ക്യാരക്ടർ സ്കെച്ച് വരുമോ എന്ന്. മേ ബി വന്നേക്കാം. ഓക്കെ, സോ എങ്കിലും ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ആദ്യം പറഞ്ഞ 3 പേരിലാണ്. തെരേസ അല്ലെങ്കിൽ ഫാറ്റോഡിയം, നമ്മുടെ പ്രൊഫസർ നാഷണലിലെ നറേറ്റർ, അല്ലെങ്കിൽ ഈ സ്റ്റൗട്ട്മാൻ വാറിലെ. ഓക്കെ, ഓഷ്കമ്മനെ വിടണ്ട, ഇനി വന്നത് അതേപോലെ തന്നെ തിരിച്ചു ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.